പക്ഷെ അങ്ങനെ ഇടരുതെന്നാണ്. ഞങ്ങൾ പോകുന്നു. നല്ല ഭംഗിയുണ്ട്. റോഡിൽ കൂടെ പോകാൻ നമ്മുടെ പണി അബീൻ്റെ ഡ്രസ്സ് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാണ്ടായിരുന്നു. അവളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവളുടെ ഹസ്ബൻഡ് വാങ്ങിക്കൊടുത്ത. അപ്പോൾ ഇനിയിപ്പോൾ അളവൊക്കെ എടുത്തിട്ട് ഇവിടെ ലൈബാസ് എന്നുള്ളൊരു ഷോപ്പുണ്ട്, അടിപൊളി ടൈലറിങ് ഷോപ്പാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ അടിക്കാൻ വേണ്ടി ഫസ്റ്റ് കൊടുത്തിട്ട് പിന്നെ ഇവനെ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ചിറ്റൻ്റെ മോൻ്റെ ഒരു നടപ്പ്. ഈ നടത്തൊക്കെ അവസാനം വരെ കണ്ടാൽ മതിയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് എടുക്ക് എന്നെനിക്കും പറയാം. എന്താ വേണ്ടേ? ഇങ്ങോട്ട് പറയൂ, എന്താ വേണ്ടേ? ട്രൗസർ മതി, ബനിയ വേണ്ട? ഏതാ ബനിയ വേണ്ട? അമ്മനെ പറയും. നോക്കട്ടെ. ബാബോര് ചിക്കൻ ബിരിയാണി. ഇതാണ് ബാഗ്. വരുന്ന വഴിക്കൊരു പമ്പരം കണ്ടിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഈ വാശി. പക്ഷേ ഞങ്ങൾ സ്ഥിതിക്ക് അത് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടക്കുകയാണ്. ഒന്നാമത് ഞാൻ ഭയങ്കര ടയേർഡാണ്, എനിക്ക് ഭയങ്കര ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. ആ ക്ഷീണമാണ് എൻ്റെ മുഖത്ത്. ഞാനിങ്ങനെ മൂക്കും ചൊറിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ വന്നത്. കിട്ടിയോ? ഇല്ല. അല്ലുവിന് കിട്ടിയോ സാധനം? വിട്ടോ വണ്ടി വിട്ടോ.
തുണിയോ? അല്ലൂന് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കൊതുവല വാങ്ങാൻ വേണ്ടി പോയി ഗൈസ്. വീട്ടിൽ ഭയങ്കര കൊതു വന്നാൽ കടിച്ച് മാന്തി ചൊറിഞ്ഞ് മതിയായി എനിക്ക്. രാത്രി ഫുള്ള് ഉറക്കൊഴിയൽ തന്നെ പണി. കാരണം കൊതു കടിക്കുക, എണീക്കുക, ലൈറ്റ് ഇടുക, കൊതുവിനെ കൊല്ലുക, കിടക്കുക, പിന്നെയും കൊതുവരെ തന്നെ പണി. അപ്പോൾ ഒരു ടെൻറ്റ് സൈസിലുള്ള കൊതുവല വാങ്ങാമെന്ന് വിചാരിച്ചു. നോർമലൊന്നും ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പന്നയായിപ്പോയി. അപ്പം നല്ലതൊന്ന് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഴിച്ച് ഊരിയും കളിക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ OSSൻ്റെ ഉള്ളിലുള്ള ഒരു ഷോപ്പിലാണ് കയറിയത്. അപ്പോൾ ഹോൾസെയിൽ റേറ്റ് ആയതുകൊണ്ട് കുറഞ്ഞ് വിലയ്ക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. സംഭവം നല്ല വില കുറവിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ബാഗിനായാലും കുടയ്ക്കായാലും സ്കൂളിലേക്കുള്ള എല്ലാ വക സാധനത്തിലായാലും ഈ കൊതുവലയ്ക്കായാൽ പോലും. അല്ലുകൊണ്ടുള്ള കറക്റ്റ് സ്ഥലം കിട്ടി. അവിടെ ഇരുന്നോ? ആ ബെഡിന് ഭാഗമായിട്ടില്ലേ? സൈഡ് ഭാഗം ബെഡിനുള്ളിലേക്ക് ഇതാക്കിയിട്ടുണ്ട്. കളിച്ചാലും കുഴപ്പമില്ല. പോലെ കൊതുക് വേറെ കിടത്തുള്ളൂ. ഈ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പോ നിലത്ത് പായിട്ട് കിടക്കണമെങ്കിൽ യൂസ് ചെയ്യും. കുഴപ്പമില്ല. പക്ഷെ സിബ് മരിക്കരുതാക്കരുത്. ഓണാക്കിയിട്ടാല് സിബ് തുറന്നിട്ടാല് പിന്നെ ഒരു പ്രയോജനമില്ല. കഴിയുമ്പോൾ പോയി കിട്ടാം. അതായത് കൊതുക് കയറുന്ന അർത്ഥം എന്താ? ഇന്ന് മാമന് തരുമോ? അത് ഡാമേജ് അയക്കുന്നു, അപ്പൊ കിടക്കാൻ കഴിയുന്നില്ല. ഞങ്ങള് കിടക്കാനില്ല, കൊതുക് അടിച്ചിട്ട് കിടക്കാനില്ല. ഓരോ സൂക്കേടും കാര്യങ്ങളൊക്കെ മുഖത്ത് കടിച്ചോ? നോക്കട്ടെ. അതിനോണ്ടാ കൊതുകോല ആണല്ലോ അമ്മ. പപ്പ വാങ്ങി തരാ പറഞ്ഞേ. അങ്ങനത്തെ ബാഗിനൊക്കെ എത്ര ചോട്ടാ? അങ്ങനെ കൊതുവല വാങ്ങി ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഹലോ, എന്താ വേണ്ടേ? ഏതാ വേണ്ടേ? ഏതാ ഇഷ്ടായത്? അതാ ഇഷ്ടായത്? ആ അതിന്റെ തന്നെ വേറെ കിട്ടണം. ഇത് ഇഷ്ടായോ? നോക്കട്ടെ. ചെറുതാണ്. അതിനെ വലുത് ചോദിക്കാൻ പറ്റൂ കേട്ടോ. അത് ചെറുതാടാ. എന്താ വാങ്ങാൻ പോലെ? ചെരുപ്പല്ല, ഷൂ. അങ്ങോട്ട് നോക്കി പറയും. ലൈറ്റ് കത്തണ ഇതവിടെ തബട്ടെ. അപ്പനെ നോക്കി പറയും. പപ്പനെ നോക്കി പറയും. പപ്പ ഉണ്ട്. ലൈറ്റ് കത്തണ ഷൂ. ലൈറ്റ് കത്തണ ഷൂ. ഞങ്ങൾ കാലിട്ട് ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാം പറയും. ആ ഓക്കെ. നല്ല രസല്ലേ ഇത്? കുറേ ആയി പറയണം എനിക്ക് ലൈറ്റ് എത്തുന്ന ഷൂ വേണം, ലൈറ്റ് എത്തുന്ന ഷൂ വേണം. ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. അപ്പോൾ ഞങ്ങളിവിടെ ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് OSSൻ്റെ ഉള്ളിലുള്ള ഷോപ്പിൽ തന്നെ കയറി. അപ്പോൾ കുറേ നോക്കിട്ടോ ഇടുക ഊര തന്നെയാണ് പരിപാടി. അങ്ങനെ ലാസ്റ്റ് ഒന്നും മൂപ്പർക്ക് ലൈക്ക് അയക്കുന്നു. മതിയോ? അവസാനം ഈ ഷൂ എടുത്തില്ലല്ലോ. ലൈറ്റ് കത്തന്നെ ഷൂ അല്ലേട്ടോ. തന്നിരിക്കുന്നു, പിടിച്ചോ. ചെരുപ്പിട്. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ഷൂ കിട്ടി, ബോധിച്ചു. ആ രാജകീയമായ പോക്ക് അതാണ്. ഇഷ്ടപ്പെട്ട കിട്ടിയല്ലോ.
ഫോട്ടോ എടുത്തിട്ട് തന്നെ കാര്യം. എടാ ഇന്ന് നോക്കട്ടാ. റിയാലിറ്റി ഞങ്ങൾ ആരാധകരാണ് കേട്ടോ. അവളടാ അല്ലമനെ നോക്കട്ടാ. ഇത് കിട്ടോ അപ്പി വൈറ്റ് മതി തിന്നാലേ ഉള്ളൂ. ഹലോ ഇത് ഞങ്ങൾ സെറ്റാക്കി. ഹലോ ഏതാ? ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിറ്റേൻ്റെയും മോൻ്റെയും കുറച്ച് പട്ടി ഷോകളാണ്. ഇവർക്ക് തന്നെ പണി ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പോസ് ചെയ്യുക, ഫോട്ടോ എടുക്കുക. ആഹാ, അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഐഷൂല് കയറിയിട്ട് കുറച്ച് ക്ലോത്തിൻ്റെ റേറ്റൊക്കെ ചോദിക്കുകയാണ്. അപ്പം അതിനുള്ള പുറപ്പാടാണത്. ഇനി റേറ്റൊക്കെ ചോദിച്ച് ഇനി അടുത്ത തവണ വരുമ്പം അതെടുക്കണം എന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്ത് പോയിക്കുന്നു. അപ്പോൾ ഈ അടുത്ത് തന്നെ ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും, എന്നാലേ എനിക്കൊരു ചുരിദാറോ ബ്ലൗസ് അടിക്കാൻ കഴിയുള്ളൂ. പിന്നെയാണ് ഓർത്തത് അല്ലൊരു ബണ്ണ് വാങ്ങണമെന്ന്. ആ ഒരൊറ്റ ബണ്ണ് വാങ്ങാനായിട്ട് ഞങ്ങൾ ഈ ഫാൻസി പീടിയയിൽ കയറി ഗൈസ്. അവരെന്നെ വിചാരിച്ചിട്ടുണ്ടാവും ഈ 3 രൂപേൻ്റെ ബണ്ണ് വാങ്ങാനാണോ ഇത്രയും ആർഭാടം കട്ടി ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയതെന്ന്. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചു. പിന്നെ അവിടെ നിന്ന് എല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഇപ്പം ഏകദേശം ഉച്ചരയായി കാണും. ഇനി വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഏകദേശം നന്നായിട്ട് ക്ഷീണിച്ച് കുഴങ്ങി പണ്ടാരം മടങ്ങി. ഇനിയിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് പോവുകയാണ്. അബീൻ്റെ ഒക്കെ മുഖം കണ്ടില്ല, അത്രയും ടയർഡായി വെയിലും കൊണ്ടു. ഇനി വേഗം വീട്ടിലെത്തിയാൽ മതി. ഫുഡ് കഴിക്കണം, വിശന്നിട്ട് വയ്യ. അല്ലു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്ന ടൈം അയക്കുന്നു. ഹലോ യാ 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 ചിരിക്കി. ബസാറിലൂടെ യാത്ര പോകുന്നു, മുട്ടായിട്ടേക്കൂടെ യാത്ര പോകുന്നു. ബസാറിലൊന്നും കൂടെ ഇറങ്ങുകയാണ് കൈ. രണ്ട് 3 സെക്കൻഡിനുള്ളിൽ അല്ലു ഫ്ലാറ്റ് കണ്ടില്ല. അവൻ്റെ ഉറങ്ങേണ്ട സമയമൊക്കെ ഞാൻ അവൻ ഏത് രീതി കിടന്നാലും അവൻ അങ്ങ് ഉറങ്ങും. വണ്ടി കയറി കാറ്റും അടിച്ചു, അവനതാ ഡിം. ഇതാണ് അല്ലു. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ ഫ്രം ഷാറുഖാൻ്റെ ഇരുത്തം കണ്ടില്ലേ? ഞാൻ കണ്ണാടി വെച്ചിട്ടേ ഉറങ്ങാറുള്ളൂ. കിടക്കണ കിടപ്പ് കണ്ടില്ലേ?